ആധുനിക മലയാള സാഹിത്യ നിരൂപണത്തിൽ തുടക്കം കുറിച്ച KP അപ്പൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് 17 ആണ്ട് തികയുന്നു. ശോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന 1973 ആദ്യം പ്രസിദ്ധീകരിച്ച പുസ്തകം അത് ആധുനിക വിമർശകരുടെ മാനിഫെസ്റ്റോയായി പിന്നീട് മാറി. സ്നേഹനിധിയായ അധ്യാപകനായും നിരൂപകനായും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ പ്രതിഭാശാലിയായിരുന്നു KP അപ്പൻ സാറ്, എൻ്റെ ഗുരുനാഥൻ. മരണശേഷം അഥവാ ഞാൻ സ്വർഗത്തിലകപ്പെട്ടാൽ അവിടെ വിമർശനമില്ലെങ്കിൽ അതെനിക്ക് സ്വർഗമായിരിക്കില്ല. ഭിക്ഷന്റെ അവതാര ലീലകൾ എന്ന തന്റെ പുസ്തകം KP അപ്പൻ തുടങ്ങുന്നത് ഈ പ്രഖ്യാപനത്തിലൂടെയാണ്. സർഗാത്മക വിമർശനത്തിന്റെ അമരക്കാരനായിരുന്നു KP അപ്പൻ. ജനപ്രീതിയുടെ ആനുകൂല്യങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്ത എഴുത്തുകാരനാണ്. വാക്ക് തനിക്ക് ചാരനിറമായ ആകാശത്തിൽ ജ്വലിക്കുന്ന സൂര്യനാണെന്ന് KP അപ്പൻ പലകുറി പ്രഖ്യാപിച്ചു. വായനയുടെ അഗാധങ്ങളിൽ അഭിരമിച്ച് മുങ്ങുകയും നീന്തുകയും ചെയ്ത ആയുഷ്കാലമായിരുന്നു KP അപ്പന്റെ ജീവിതം. യാഥാസ്ഥിതിക അക്കാദമിക വിമർശന രീതിക്കെതിരെ നടത്തിയ സൗമ്യവും ദീപ്തവുമായ നിരന്തര അക്രമങ്ങളായിരുന്നു KP അപ്പന്റെ രചന. ഓരോ വാചകവും അതിഷേധ്യമായ ശക്തിയാൽ പ്രകമ്പനം സൃഷ്ടിച്ചു. ഒരാശയത്തെ യാന്ത്രികമായി അവതരിപ്പിക്കുകയല്ല, ആശയത്തെ വൈകാരിക അനുഭൂതികളാക്കി മാറ്റി പകരുന്നതായിരുന്നു KP അപ്പന്റെ രീതിയെന്ന അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയും സന്തത സഹചാരിയുമായിരുന്ന S. നാസർ. സാഹിത്യ വിമർശന രംഗത്ത് സാർ ഏകാന്ത ദീപ്തമായ വ്യക്തിത്വമായിരുന്നു. ആ സാഹിത്യകൃതികളുടെ ലാവണ്യ സൗകുമാര്യങ്ങൾ ഏറ്റവും പുതിയ വാക്കുകളിലും പുതിയ വാചകങ്ങളിലും പുതിയ ചിന്തകളിലും പുതിയ അവതരണത്തിലും അവതരിപ്പിച്ച നിരൂപകൻ എന്ന നിലയിൽ അപ്പൻ സാറിൻ്റെ സാന്നിധ്യം അനിഷേധ്യമാണ്. അലസമായ വായനയ്ക്ക് നിവർത്തിയിട്ട ചാരുകസേര ആയിരുന്നില്ല KP അപ്പൻ്റേത്. ഓരോ വാക്കും തീതുപ്പി. നീരാവിൽ നവോദയം ഗ്രന്ഥശാലയിലൂടെയാണ് വിശ്രമ ജീവിതത്തിൽ KP അപ്പൻ പൊതുവേദിയിലേക്ക് എത്തുന്നത്. KP അപ്പന്റെ പുസ്തകങ്ങളുടെ സമ്പന്നമായ ശേഖരണവും ഇന്ന് നവോദയം ഗ്രന്ഥശാലയിലുണ്ട്. അദ്ദേഹം പതിവായി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി എന്നത് എൻ്റെ ഗ്രാമത്തിലെ 75 വർഷം പഴക്കമുള്ള ഒരു ഗ്രന്ഥശാലയുടെ വേദിയിലായിരുന്നു. വിദ്യാരംഭ ദിനത്തിൽ 13 വർഷം കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താൻ ഈ മനുഷ്യൻ മുടങ്ങാതെ ഞങ്ങളുടെ ഗ്രന്ഥശാലയിലെത്തി. മുൻകാല വിമർശകരുമായി KP അപ്പൻ വിട്ടുവീഴ്ചകളില്ലാത്ത വിധത്തിൽ കലഹിക്കുന്നത് രചനകളിൽ കാണാം. സാഹിത്യ വിമർശന ലോകത്ത് വലിയ സാന്നിധ്യമായിരുന്ന പ്രൊഫസർ സുകുമാർ അഴീക്കോട്, പ്രൊഫസർ S. ഗുപ്തൻ നായർ, P. ഗോവിന്ദപിള്ള എന്നിവർക്ക് നേരെയാണ് അപ്പന്റെ വിമർശന ശരങ്ങൾ ഏറെയും ഉണ്ടായിട്ടുള്ളത്. മലയാളത്തിലെ സാഹിത്യ വിമർശനത്തിന് വലിയ ചിന്താ വിപ്ലവം സൃഷ്ടിച്ച മഹാനായ നിരൂപകന് KP അപ്പന് ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു. അരുൺ രാജ്, 24, കൊല്ലം. അശാന്തമായ ഭാഷയിലൂടെ മലയാളികളെ അത്ഭുതപ്പെടുത്തിയ എഴുത്തുകാരനായിരുന്നു അപ്പൻ സാർ. അദ്ദേഹം മരിച്ചിട്ട് 17 കൊല്ലമായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും അദ്ദേഹം കൂടെയുണ്ട് എന്നൊരു തോന്നലാണ്. എന്നെപ്പോലെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന അനേകായിരം ശിഷ്യഗണങ്ങളുണ്ട്. അദ്ദേഹം പഠിപ്പിച്ച കുട്ടികൾ, അദ്ദേഹത്തെ ദൂരെ നിന്ന് ആസ്വദിച്ചവർ. ഞാനൊക്കെ യഥാർത്ഥത്തിൽ മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത വിദ്യാർത്ഥിയായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആനന്ദിൻ്റെ ആൾക്കൂട്ടവും അതുപോലെ തന്നെ മരണ സർട്ടിഫിക്കറ്റും ഒക്കെ അദ്ദേഹം MA മലയാളം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വരാന്തയിലും ഇടനാഴിയിലും ചിലപ്പോൾ ക്ലാസ്സിനുള്ളിലേക്ക് കടന്നു കയറിയൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചു തുടങ്ങിയാൽ ലോകത്തൊരു1000 പുസ്തകങ്ങൾ ഒന്നിച്ചു വായിച്ചൊരവസ്ഥയാണ് നമുക്ക്. അത്ര അറിവിൻ്റെ ഭണ്ഡാകാരമായിരുന്നു അദ്ദേഹം. അപ്പൻ സാറ് കൊല്ലം ശ്രീനാരായണ കോളേജിൻ്റെ ഒരു ഐശ്വര്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിക്കുന്നു ഈ വേളയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.